വിഷമിക്കണ്ട, നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. ഈ കളി തോക്കണ്ട കളിയല്ല, നമ്മൾ മിനിമം ഒരു ഡ്രോ എങ്കിലും നമുക്ക് നേടേണ്ടതായിരുന്നു. പക്ഷേ നമുക്കും ഫൈനലിനും ഇടയിൽ, അല്ലെങ്കിൽ നമുക്കും വിജയത്തിനും ഇടയിൽ ഒരൊറ്റ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ, ഡോണറുമ. എത്ര വേൾഡ് ക്ലാസ് സേവ്സ് ആണ് ഇന്ന് ആ മനുഷ്യൻ നടത്തിയത്. എനിക്ക് തോന്നുന്നു PSG തന്നെ ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നു ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം. വേൾഡ് ക്ലാസ് കീപ്പർ, ഒന്നും പറയാനില്ല. ഒരേ സമയം എനിക്ക് ദേഷ്യവും കുശുമ്പും അസൂയയും എല്ലാം വരുത്തിയ ഒരു പ്ലെയർ. കാരണം നമ്മൾ എത്ര ചാൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എടുത്തത്, എത്ര ചാൻസ്. ഡെക്ലാൻ റൈസ്, മാർട്ടിനെലി, സാക്ക, എത്ര ഷോട്ട്, ഓഡഗാർഡ്, എത്ര ഷോട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് ഹാഫിൽ എടുത്തത്. അതെല്ലാം സേവ് ചെയ്തു. ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് 15 മിനിറ്റ്സ് നമ്മളുടെ ഡോമിനേഷൻ ആയിരുന്നു. എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് PSG 27ാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്. ഫാബിയാൻ റൂയിസ് ഒരു ഗോൾ അടിക്കുന്നത്, നല്ല ഗോൾ തന്നെയാണ്. പക്ഷേ എന്നാലും എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ആണ് ഫാബിയാൻ റൂയിസ് ഒരു ഗോൾ അടിക്കുന്നത്. ടോട്ടൽ ഡോമിനേഷനിൽ നിന്നൊരു സക്കർ പഞ്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് നമ്മുടെ വൈറ്റിനിട്ടൊരു ഇടി ഇടിച്ചത് PSG. ഫസ്റ്റ് ഹാഫ് അങ്ങനെ 1-0 എന്ന നിലയിൽ തീരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ PSG കുറച്ചുകൂടെ ഡിഫെൻസീവ്ലി ബെറ്റർ ആവുകയായിരുന്നു. നമ്മൾ പാസസും നമ്മൾ ക്രോസസും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കണക്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. സാക്ക ഇഷ്ടം പോലെ ക്രോസസ് ആണ് അകത്തേക്ക് ഇട്ടത്. നമ്മുടെ കൂടുതൽ അറ്റാക്കും ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് വന്നത്. സാക്ക, ടിംബർ, ഓവർലാപ്പിംഗ് റണ്ണും, പാർട്ടെ, ഓഡഗാർഡ്, സാക്ക, ടിംബർ, അങ്ങനത്തെ ആ ഒരു അറ്റാക്ക് ആയിരുന്നു നമ്മുടെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നുണ്ടായിരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർട്ടിനെല്ലി അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് മാർട്ടിനെല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ട്രൊസാർഡിനെ കയറ്റിയത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആർട്ടറ്റയോട് ചെറിയൊരു വിയോജിപ്പുണ്ടെന്ന് തന്നെ പറയണം. കാരണം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മാർട്ടിനെല്ലിയെക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് പ്ലെയർ ആണ് ട്രൊസാർഡ്. ട്രൊസാർഡ് ഇന്ന് ആ ഫസ്റ്റ് 11 ഉണ്ടാവണമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ട്രൊസാർഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ആയിരുന്നല്ലോ, നമ്മളത് കണ്ടല്ലോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഹക്കീമിയുടെ സെക്കൻഡ് ഗോളിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഹക്കീമിക്ക് കവറാഷിയില്ല, ഹക്കീമിക്കൊന്നും അല്ല അത് കൊടുക്കുന്നത്, കവറാഷിയില്ല ബോക്സിനകത്തേക്ക് കയറിയിട്ട് ഒരു ക്രോസ് മിഡിൽ ഓഫ് ദ പിച്ചിലേക്ക് കൊടുക്കുന്നു. പാർട്ടയുടെ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാർട്ടയ്ക്ക് അത് കൺട്രോൾ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ പാർട്ടയ്ക്ക് അത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, ക്ലിയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഹക്കീമി പിടിച്ചെടുത്തിട്ട് ഹക്കീമിയുടെ വേറൊരു കേളിംഗ് ഷോട്ട്. ആർസണൽ ഫാൻസിന്റെ എല്ലാ ഡ്രീംസും തച്ചുടച്ചു. 2 സക്കർ പഞ്ച്, അങ്ങനെ തന്നെ പറയണം. ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ദേഷ്യവും സങ്കടവും എല്ലാം ആയിപ്പോയി. കാരണം നമ്മൾ ഒരു ഗോളെങ്കിലും അടിക്കേണ്ടതായിരുന്നു. അതിനു മുമ്പ് സാക്കയുടെ ഒരു ബ്രില്യൻ ഷോട്ട്, അതൊരു ഫിംഗർ ടിപ്സ് സേവ് ഡോണറുമ നടത്തുന്നു. നമുക്കിനിയും ആർസണലിന്റെ ഒരേ ഒരു ഗോളിലേക്ക് വരാം. ഈ 2 ലെഗിൽ നിന്ന് ആകെ ഒരേ ഒരു ഗോളെ നമുക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ളത് അത് സാക്കയുടെ വഴിയാണ്. അത് ട്രൊസാർഡ് മാർക്കിനേസിനെ ഓവർ പവർ ചെയ്ത് ഔട്ട് മസിൽ ചെയ്ത് ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വരുന്നു, ഒരു ക്രോസ് ബോക്സിനകത്തേക്ക് കൊടുക്കുന്നു. അവിടെ കുറെ ചുറ്റി തിരിയുന്നു, പക്ഷെ അത് സാക്കയുടെ കാലിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സാക്ക അത് ഗോൾ അടിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെഗിലും ഡോണറുമ ക്ലീൻ ഷീറ്റ് വെച്ചിരുന്നെങ്കിൽ അത് ശരിക്കൊരു അപമാനമായി പോയിന് ആർസണലിന്. കാരണം എന്തായാലും എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. എത്ര സേവായി ഈ മനുഷ്യൻ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും നടത്തിയത്. എനിക്ക് ഒറ്റ ഒരാഗ്രഹമുള്ളായിരുന്നു, ഒരു ഗോളെങ്കിലും ആ നെറ്റിനകത്ത് കയറണമെന്ന്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എത്ര സേവ നടത്തിയത്. എനിക്കറിയാം, ഞാനത് വീണ്ടും പറയാമെന്ന്. കാരണം കളി കണ്ടവർക്ക് മനസ്സിലാവും ആ ഫ്രസ്ട്രേഷൻ. ശരിക്കും ആ കളി കണ്ടവർക്ക് മനസ്സിലാവും ആ ഫ്രസ്ട്രേഷനും ആ ദേഷ്യവും ആ ഒരു സാധനം. അങ്ങനെ കളി തീർന്നു. ഇനിയിപ്പോൾ കളിയെപ്പറ്റി കൂടുതലൊന്നും ഞാൻ വിട്ടുപോയി. ആർക്കും വേണ്ടാത്ത ഒരു പെനാൽറ്റി ആ ഗെയിമിനകത്ത് അവോയ്ഡ് ചെയ്തായിരുന്നു കേട്ടോ. ഭയങ്കര കോമഡിയാണ്, കളി കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഹക്കീമി ഒരു ബോള് ബോക്സിനകത്തേക്ക് ഇടുന്നു. ആ ബോള് ലൂയിസ് കെല്ലിയുടെ കയ്യിൽ തട്ടി. അത് കാണികളാരും കണ്ടില്ല, ഹക്കീമി കണ്ടില്ല, ഒരു മനുഷ്യനും കണ്ടിട്ടില്ലേ. അത് VAR റിവ്യൂ പോയി, അതും 5 മിനിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞിട്ട് VAR റിവ്യൂ പോയിട്ട് വന്നിട്ട് പെനാൽറ്റി. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. സോ ഡേവിഡ് റായയ്ക്ക് ആ ഗോള് സേവ് ചെയ്യാൻ പറ്റി. ജസ്റ്റിസ് ഡൺ.
ഇങ്ങനത്തെ റൂളൊക്കെ ആദ്യം വന്ന് തലക്കടിക്കുന്നത് ആർസണലിനാണ്. ഇങ്ങനത്തെ റൂളൊക്കെ ശരിക്കും എനിക്ക് വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ എത്രയോ പ്ലെയേഴ്സാണ് ഇഞ്ചേർഡ്. ഇത്രയും ഇഞ്ചുറി വെച്ചിട്ട് ഇത്രയൊക്കെ എത്തിയത് തന്നെ ഒരു അത്ഭുതമെന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ. സോ നെക്സ്റ്റ് സീസണിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. നമ്മൾ എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്യും. ആൻഡ്രേ ബർട്ട ഗ്യോക്കറൈസിനെ ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ വരും. പിന്നെ നമ്മൾ നിക്കോ വില്യംസിനെ നമ്മൾ ചേസ് ചെയ്യുന്നുണ്ട്. നിക്കോ വില്യംസ് വന്നു കഴിഞ്ഞാൽ സൂപ്പർ അഡീഷൻ ആയിരിക്കും. സൂപ്പർ വിങ്ങറാണ്, സൂപ്പർ അഡീഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ വേണം. അതുപോലെ തന്നെ ഗാബ്രിയേലിനും സലീബയ്ക്കും അതേ പെഡിഗ്രിയിലുള്ള ഒരു സെൻട്രൽ ബാക്കപ്പും വേണം. കിവിയോർ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. കിവിയോർ ഗാബ്രിയേലിന്റെ ആബ്സെൻസ് അറിയിച്ചിട്ടേയില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് റിയൽ മാഡ്രിഡിന്റെ ഗെയിമും കളിച്ചത്, PSG ഗെയിമും കളിച്ചത്. സോ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഗാബ്രിയേൽ പോയാലും കിവിയോർ പോയാലും സലീബ് പോയാലും നമുക്ക് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് അതേ പെഡിഗ്രിയിലുള്ള ഒരു സെൻട്രൽ ബാക്ക് വേണം. ഗാബ്രിയേൽ ഇല്ലാത്തത് വലിയൊരു അടി തന്നെയാണ്. കാരണം ഗാബ്രിയേൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സെറ്റ് പീസസ് ഒക്കെ ഗോളായേനെ. പുള്ളിയാണല്ലോ കോർണറും ഇതൊക്കെ ഹെഡ് ചെയ്ത എത്ര പ്രാവശ്യം എത്ര ഒക്കേഷനിൽ പുള്ളി അത് ഹെഡ് ചെയ്ത് ഗോളാക്കിയിട്ടുണ്ട്. സോ അതുപോലത്തെ ഒരു പെഡിഗ്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. എനിവേ അനദർ ട്രോഫിലെസ് സീസൺ ഫോർ ആർസണൽ. സാരമില്ല, നമ്മൾ അടുത്ത സീസണും ട്രൈ ചെയ്യും, കിട്ടും, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കൺഗ്രാറ്റുലേഷൻസ് PSG. നമുക്കിനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.